നമസ്കാരം. ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ചരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 11 62 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ രാമലക്ഷ്മണന്മാരും സീതയും അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ്റെ ആശ്രമത്തിൻ്റെ സമീപം എത്തിയിരിക്കുകയാണ്. അവിടെ പണ്ട് നടന്ന ഒരു സംഭവം ഇപ്പോൾ സൂതൻ വിവരിക്കുകയാണ്. ഒരിക്കൽ അവിടെ അതിക്രൂരനും ബലവാനുമായ വാതാപിയും സഹോദരനായ ഇല്വലൻ എന്ന അസുരനും താമസിച്ചിരുന്നു. ഇവർ സംസ്കൃത ഭാഷയിൽ വിപ്രന്മാരെയെല്ലാം ശ്രാദ്ധത്തിനായി ക്ഷണിക്കും. അതിനുശേഷം ഭ്രാതാവായ വാതാപി ആട്ടിൻ രൂപം ധരിച്ച് ആടിനെ പാകം ചെയ്ത് ശ്രാദ്ധകർമ്മത്തിൽ ബ്രാഹ്മണർക്ക് വിളമ്പി അവരെ ഊട്ടും. എന്നിട്ട് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വളരെ ഉറച്ച ശബ്ദത്തിൽ വാതാപേ പുറത്തു വരിക എന്ന് വിളിച്ചു പറയും. അപ്പോൾ വാതാപി ആടിനെ പോലെ ശബ്ദിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ ശരീരത്തിൽ നിന്നും പുറത്തു ചാടും. ഇങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇവർ മാംസം തിന്നുന്നവരായതുകൊണ്ട് ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊന്നുകൊണ്ടിരുന്നു. ദേവന്മാർ ഇത് അഗസ്ത്യ മഹർഷിയോട് അറിയിച്ചതിന് ശേഷം അഗസ്ത്യനാൽ ഈ രാക്ഷസൻ ശ്രാദ്ധത്തിൽ ആഹരിക്കപ്പെട്ടു. എല്ലാം തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കുടിനീര് വീഴ്ത്തിക്കൊണ്ട് ഇല്വനൻ ഭ്രാതാവിനോട് അപ്പോഴും നിഷ്ക്രമസ്വ പുറത്തു വരൂ എന്ന് പറഞ്ഞു. ഇനി എന്താണ് വിവരിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 63. സതദാ ഭാഷമാണം തു ഭ്രാതരം വിപ്രഘാതിനം അബ്രവീത് പ്രഹസൻ ധീമാൻ അഗസ്ത്യോ മുനിസത്തമഃ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ഭ്രാതാവിനോട് ധീമാനായ അഗസ്ത്യ മുനിസത്തമൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്ലോകം 64. കുതോ നിഷ്ക്രമിതും ശക്തിർ മയാ ജീർണസ്യ രക്ഷസഃ ഭ്രാതുസ്തു മേഷരൂപസ്യ ഗതസ്യ യമസാധനം. പുറത്തു പോരാൻ എങ്ങനെ കഴിയും? രാക്ഷസൻ എൻ്റെ വയറ്റിൽ ദഹിച്ചു കഴിഞ്ഞല്ലോ. ആടിൻ്റെ രൂപമാർന്ന ഭ്രാതാവ് കാലഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. ശ്ലോകം 65. അഥ തസ്യ വച ശ്രുത്വാ ഭ്രാതുർനിധനസംസൃതം പ്രദർശയിതുമാരേഭേ മുനിം ക്രോധാന്നിശാചരഃ. ശ്ലോകം 65 അർത്ഥം: ഭ്രാതാവിൻ്റെ ഈ ശബ്ദം കേട്ട് ഇലലൻ ക്രോധത്തോടെ മുനിയെ ആക്രമിക്കാൻ ഒരുങ്ങി. ശ്ലോകം 65. ശ്ലോകം 66.
സോഭ്യദ്രവദ്വിജേന്ദ്രം തം മുനിനാദീപ്തതേജസാ ചക്ഷുഷാനല കൽപ്പേന നിർദഗ്ധോ നിധനം ഗതഃ. അവൻ മഹർഷി ശ്രേഷ്ഠനെ ദ്രോഹിക്കാനടുത്തപ്പോൾ ദീപ്ത തേജസ്സായ മുനി എരുതി പോലെ ജ്വലിക്കുന്ന കണ്ണുകൊണ്ട് ഒരു നോക്കി അവൻ ഭസ്മാവശേഷനായി തീർന്നു. ശ്ലോകം 67. തസ്യായാമാശ്രമോ ഭ്രാതുർസ്തടാകാവനശോഭിതഃ വിപ്രാനുകമ്പയായേന കർമ്മമേദം ദുഷ്കരം കൃതം. വിപ്രരിലുള്ള അനുകമ്പ കൊണ്ട് ഈ ദുഷ്കര കർമ്മം ചെയ്ത ആ മഹർഷിയുടെ ഭ്രാതാവിൻ്റേതാണ് തടാകങ്ങൾ കൊണ്ടും വനങ്ങൾ കൊണ്ടും ശോഭിക്കുന്ന ഈ ആശ്രമം. ശ്ലോകം 68. ഏവം കഥയമാനസ്യ തസ്യ സൗമിത്രിണാ സഹ രാമസ്യാസ്തം ഗതഃ സൂര്യ സന്ധ്യകാലോഭ്യവർത്തത. ഇപ്രകാരം രാമൻ സൗമിത്രിയോട് പറഞ്ഞുകൊണ്ടിരിക്കെ സൂര്യൻ അസ്തമിച്ചു. സന്ധ്യാകാലമായി. ശ്ലോകം 69. ഉപാസ്യ പശ്ചിമാം സന്ധ്യാം സഹ ഭ്രാതാ യഥാവിധി പ്രവിവേശാശ്രമപദം തമൃഷിം ചാഭ്യവാദയത്. സായം സന്ധ്യയെ യഥാവിധി ഭ്രാതാവിനോടുകൂടി ഉപാസിച്ചിട്ട് ആശ്രമത്തിൽ പ്രവേശിച്ച് ഋഷിയെ അഭിവാദനം ചെയ്തു. ശ്ലോകം 70. സമ്യക്ര പ്രതിഗൃഹസ്തു മുനിനാ തേന രാഘവഃ ന്യവസത്താം നിശാമേകാം പ്രാശ്യ മൂലഫലാനി ച. 70-ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. സമ്യക് പ്രതിഗൃഹീതസ്തു മുനിനാ തേന രാഘവഃ ന്യവസത്താം നിശാമേകം പ്രാശ്യ മൂലഫലാനി ച. ശ്ലോകം 70-ന്റെ അർത്ഥം: മുനിവരൻ അവരെ വേണ്ടും പോലെ സ്വീകരിച്ച് സൽക്കരിച്ചു. ഫലമൂലങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ഒരു രാത്രി അവിടെ വസിക്കുകയും ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.